നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വാടകയ്ക്ക് നൽകാൻ ഒരു വീടോ കെട്ടിടമോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നിങ്ങളിൽ നിന്നും വാടകയ്ക്ക് വീട് അല്ലെങ്കിൽ കെട്ടിടം എടുത്തിരിക്കുന്നയാൾ കഞ്ചാവോ രാസലഹരിയോ ഉപയോഗിച്ച് പിടിക്കപ്പെട്ടാൽ കെട്ടിട ഉടമ എന്ന നിലയിൽ നിങ്ങളും ജയിലിലാകാൻ ഇടയുണ്ടെന്നാണ് ഇന്നലെ വന്ന വാർത്ത. ഇതേതെങ്കിലും വിദേശ രാജ്യത്തെ നിയമമല്ല. നമ്മുടെ നമ്പർ വൺ കേരളത്തിലെ നിയമപാലകരുടെ പുത്തൻ തീരുമാനമാണ്. കേട്ടിട്ട് ചിരി വരുന്നുണ്ടെങ്കിൽ ചിരിക്കാൻ നിൽക്കല്ലേ. ചിരിച്ചാൽ ഇനി അതിനും ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കാം. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പുതിയ നീക്കവുമായി എക്സൈസ് വകുപ്പ്. വാടക കെട്ടിടങ്ങളിൽ ലഹരി വ്യാപാരവും ഉപയോഗവും നടക്കുന്നത് ഉടമകൾ കൂടി അറിയേണ്ടതാണെന്ന് മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കെട്ടിടത്തിൽ നിന്ന് ലഹരി പിടികൂടിയാൽ വീട്ടുടമസ്ഥരും പ്രതികളാകുമത്രേ. വാടക നൽകുന്ന വ്യക്തികളുടെ ഇടപാടുകളുടെ അടിസ്ഥാനത്തിൽ ഉടമകൾക്ക് ബാധ്യതകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും ഒരു സാധാരണക്കാരനായ കെട്ടിട ഉടമ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത്, നിങ്ങളൊരു കെട്ടിടം മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകിയാൽ പിന്നെ നിങ്ങൾ വേറെ പണിക്കൊന്നും പോകല്ലേ. രാവും പകലും ആ കെട്ടിടത്തെ ചുറ്റിപ്പറ്റി നടന്ന് അവിടെ താമസിക്കുന്നവരാരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സദാ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. സ്പൈ വർക്ക് ചെയ്യണമെന്ന് സാരം. കഴിയുമെങ്കിൽ എല്ലാ മുറികളിലും ക്യാമറ വെച്ച് 24 മണിക്കൂറും താമസക്കാരെ നിരീക്ഷിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഈ സാറന്മാർ പറഞ്ഞ പോലത്തെ കാര്യം നടക്കൂ. അല്ലാതെ കെട്ടിട ഉടമ വേറെ എന്നാ ചെയ്യാൻ? കെട്ടിടം വാടകയ്ക്ക് കൊടുത്തു പോയില്ലേ? എന്നാൽ ഇത്തരം ഒരു നീക്കം ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് UN ഉദ്യോഗസ്ഥനായ മുരളി തുമ്മാരുകുടിയും അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമനയും അടക്കമുള്ള പൊതുസമൂഹത്തിൽ അരിയാഹാരം കഴിക്കുന്ന സകലരും പറയുന്നത്. 2011 കണക്കനുസരിച്ച് കേരളത്തിൽ 10 ലക്ഷത്തിലധികം വീടുകളും ഫ്ളാറ്റുകളും പൂട്ടിയിട്ടിരിക്കുകയാണ്. ആർക്കും വാടകയ്ക്ക് കൊടുക്കുന്നില്ല. അതിനു മുകളിലേക്കാണ് ഈ വാർത്ത വന്ന് ബോംബ് പോലെ പതിക്കുന്നത്. നാട്ടിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട്ടിൽ എന്ത് നടക്കുന്നുവെന്ന് 10,000 മൈൽ അകലെയുള്ള ആൾ എങ്ങനെ അറിയാനാണ് സാറന്മാരെ? ഇപ്പോൾ തന്നെ കേരളത്തിൽ വീട് വാടകയ്ക്ക് കൊടുക്കാൻ ആളുകൾക്ക് മടിയാണ്, തികച്ചും പ്രവാസി മലയാളികളായ ഉടമകൾക്ക്. നാട്ടിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട്ടിൽ എന്ത് നടക്കുന്നുവെന്ന് 10,000 മൈൽ അകലെയുള്ള ആൾ എങ്ങനെയാണ് ഉറപ്പുവരുത്തേണ്ടത്? ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ അടുത്ത് വീട് വാടകയ്ക്ക് ചോദിച്ചു വരുന്നവർ ഭാവിയിൽ ലഹരി ഉപയോഗിക്കുമെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളപ്പെയിന്റ് അടിച്ച് ബസ് അപകടങ്ങൾ ഇല്ലാതാക്കിയ, ബോട്ടിലിൽ പെട്രോൾ നൽകാതെ പെട്രോൾ അക്രമങ്ങൾ തടഞ്ഞതുപോലെ ലോകത്തിന് മാതൃകയായി ലഹരി ഇല്ലാതെയാക്കാൻ നമ്പർ വൺ സാക്ഷര കേരളത്തിൽ നടത്തുന്ന ഉട്ടോപ്യൻ നിയമ പരിഷ്കരണങ്ങൾ എന്നാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ഈ മുന്നറിയിപ്പിനെ വിശേഷിപ്പിച്ചത്. ഈ പരിഷ്കാരങ്ങളൊക്കെ മന്ത്രി അറിയുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വാടകയ്ക്ക് നൽകിയ വീട്ടിൽ ആരെങ്കിലും കഞ്ചാവ് വലിക്കുന്നുണ്ടോ എന്നോ ബീഫ് കറി വെക്കുന്നുണ്ടോ എന്നോ നോക്കി നടക്കേണ്ടത് ഉടമസ്ഥന്റെ ജോലിയല്ല. എന്നാൽ എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവൃത്തികൾ, കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിവ് കിട്ടിയാലോ കണ്ടെത്തിയാലോ നിയമപാലകരെ, അത് എക്സൈസ് ആയാലും പോലീസ് ആയാലും, അറിയിക്കേണ്ടത് ഓരോ പൊതുജനത്തിനും ഉള്ളതുപോലെ തന്നെ ഉടമസ്ഥന്റെയും ഉത്തരവാദിത്വമാണ്. അത് ഉറപ്പാണ്. വാടക വീട്ടിൽ എന്നല്ല, സ്വന്തം വീട്ടിലോ ആഫീസിലോ എവിടെയും നിരോധിത ലഹരികൾ ഉപയോഗിക്കരുത് എന്നതാണ് നിയമം. അതിൽ വാടക വീടിന് എന്താ സ്പെഷ്യൽ മെൻഷൻ എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ല. 1965 കേരള ബിൽഡിംഗ് ആക്ട് പ്രകാരമോ അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പ്രകാരമോ വാടക കരാറുണ്ടാക്കി രജിസ്റ്റർ ചെയ്ത ശേഷം വാടകക്കാർ താമസിക്കുന്ന വീട്ടിലോ വാടക കെട്ടിടങ്ങളിലോ അവർ എന്തു ചെയ്യുന്നുവെന്ന് ഒളിഞ്ഞു നോക്കേണ്ട ബാധ്യതയൊന്നും ഉടമസ്ഥർക്കില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഓർത്ത് നോക്കൂ, നിങ്ങളൊരു വാടക വീട്ടിൽ താമസിക്കുന്നു. നിങ്ങളുടെ കെട്ടിട ഉടമ എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് എല്ലാ മുറികളും പരിശോധിച്ചാൽ നിങ്ങൾക്കത് അസ്വസ്ഥത ഉണ്ടാക്കില്ലേ? നിങ്ങളത് അനുവദിക്കുമോ? ഇങ്ങനെയൊക്കെ ചെയ്യാനാണോ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്? ഉടമസ്ഥർ ചെയ്യേണ്ടത് ഇത്രമാത്രം: താമസക്കാരുടെ രേഖകൾ വെരിഫൈ ചെയ്ത ശേഷം കൃത്യമായ വാടക കരാർ നിയമാനുസൃതം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഉടമസ്ഥൻ ഉള്ളതുപോലെ തന്നെ ഉടമസ്ഥ അവകാശം ഒഴികെയുള്ള എല്ലാ അവകാശങ്ങളും കരാർ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി വാടകക്കാർക്കുമുണ്ട്. അത് സ്വകാര്യതയുടെ കാര്യത്തിലായാലും ജീവിതത്തിന്റെ കാര്യത്തിലായാലും. എന്നാൽ വാടകക്കാരൻ കഞ്ചാവ് വലിച്ചതിന്റെ പേരിൽ ഉടമയ്ക്കെതിരെ കേസെടുക്കാൻ തൽക്കാലം ഒരു നിയമപ്രകാരവും ഈ നാട്ടിൽ എക്സൈസിനോ പോലീസിനോ അധികാരമില്ല. എന്നാൽ ഉടമയുടെ അറിവോടെ നടക്കുന്ന കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഉടമയ്ക്കെതിരെ കേസെടുക്കാമെന്ന് മാത്രം. അത് ഏത് കാര്യത്തിലും എന്ന പോലെ ഈ കാര്യത്തിലും ബാധകമാണ് എന്നത് കോമൺ സെൻസ് ആണ്. ലഹരിക്കെതിരെ ബോധവൽക്കരണം അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് വാടക വീടുകൾ കേന്ദ്രീകരിച്ച് കുറ്റകൃത്യങ്ങൾ കൂടുന്ന ഘട്ടത്തിൽ വാടകയ്ക്ക് വീടുകളോ കെട്ടിടങ്ങളോ നൽകുമ്പോൾ കൃത്യമായ വാടക കരാർ ഉണ്ടാകണം. അതോടൊപ്പം താമസിക്കുന്നവരുടെ ഐഡന്റിറ്റി വ്യക്തമായി വെരിഫൈ ചെയ്യണം. കരാർ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണം. ഇതൊക്കെ ഉടമസ്ഥന്റെ ബാധ്യതയാണ്. എന്നാൽ അവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കോ മറ്റ് ഇടപാടുകൾക്കോ ഉടമസ്ഥൻ പ്രതിയാകുമോ എന്ന് പറഞ്ഞാൽ ചിരിച്ചു തള്ളാനേ കഴിയും. വാടകയ്ക്ക് താമസിക്കുന്നവരുടെ വിവരങ്ങൾ ക്രമസമാധാനവും സുരക്ഷയും മുൻനിർത്തി പോലീസിന് കൈമാറണമെന്നാവശ്യപ്പെടാൻ പോലീസിന് അധികാരമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ചട്ടം നിലവിൽ നിയമത്തിലില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. എങ്കിലും പോലീസിന്റെ വിവേചന അധികാരം ഉപയോഗിച്ച് അത്തരത്തിലൊരു നിർദ്ദേശം നൽകാൻ കഴിയും. വാടക വീടുകളിൽ ലഹരി വ്യാപാരമോ ഉപയോഗമോ നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ഉടമയുടെ അനുമതി പോലുമില്ലാതെ റെയ്ഡ് ചെയ്യാനും കണ്ടെത്താനും നിയമ നടപടികൾ സ്വീകരിക്കാനും പോലീസിനും എക്സൈസിനും ഉൾപ്പെടെ
എല്ലാ സർക്കാർ ഏജൻസികൾക്കും അധികാരമുണ്ട്. അതിനിടയിൽ ഇത്തരമൊരു ഉത്തരവ് ഒരു സാഹചര്യത്തിലും നിലനിൽക്കില്ലെന്ന് മാത്രമല്ല, അത്തരത്തിൽ പ്രതി ചേർക്കുന്നത് അധികാര ദുർവിനിയോഗവും നിയമവിരുദ്ധവുമാകയാൽ തികച്ചും പ്രായോഗികമല്ലാത്ത നിർദ്ദേശവുമാണ്. പക്ഷേ ദൂരവ്യാപകമായ പ്രത്യാഘാതമുള്ളതും തീർച്ചയായും പിൻവലിക്കപ്പെടേണ്ടതാണെന്നും നിയമവിദഗ്ധർ പറയുന്നു. ഇത് കേരളമാണ്. ഉന്നതാധികാരികൾ ആരും അറിയാതെ ഒരു ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ മുതിർന്ന മാധ്യമപ്രവർത്തകനെ അർദ്ധരാത്രിയിൽ മാതാപിതാക്കളുടെ മുന്നിൽ നിന്നും അറസ്റ്റ് ചെയ്ത പോലീസുള്ള നാടാണ്. ഉട്ടോപ്യൻ നിയമങ്ങളും തുഗ്ലക് പരിഷ്കാരങ്ങളും പുതിയതായി വന്നുകൊണ്ടേയിരിക്കും. സഹിച്ചേ പറ്റൂ. കാരണം ഇത് പ്രബുദ്ധ കേരളമാണ്. നന്ദി.